എന്തുട്ടിക്കടി നമ്മുടെ തൃശ്ശൂർ പൂരത്തെ പറ്റി 4 വർത്താനങ്ങൾ പറഞ്ഞില്ലെങ്കില് പിന്നെ പൂരം കണ്ടതിൽ എന്തുട്ട് കുമ്പിരിക്കണ. അതുകൊണ്ട് പൂരത്തെ പറ്റി ഒരു വീഡിയോ കൂടെ പഠിക്കാന്ന് വെച്ചു. നമസ്കാരം. ഈ വർഷത്തെ തൃശ്ശൂർ പൂരം കാഴ്ചാനുഭവം ഒന്ന് വർണ്ണിക്കാന്ന് വെച്ചു. കഴിഞ്ഞ വർഷം തൃശ്ശൂർ പൂരം കഴിഞ്ഞത് ഉപചാര ജില്ലയിൽ പിരിഞ്ഞ് അടുത്ത വർഷത്തെ പൂരത്തിന്റെ തീയതി കുറിച്ചപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഡേറ്റ് കലണ്ടറിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഏപ്രിൽ 19 എന്നുള്ളത്. കാരണം വെള്ളിയാഴ്ചയാണ് വരാമെന്ന് അറിഞ്ഞിരുന്നു. അപ്പോൾ അതനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. കാരണം നാട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും നഷ്ടപ്പെടാൻ കഴിയാത്തൊരു പ്രത്യേക അനുഭവമാണ് തൃശ്ശൂർ പൂരം. ആ സ്വരാജ് റൗണ്ടിലും തേക്കിൻകാട്ട് മൈതാനത്തും പൂര ദിവസം ആ തിരക്കിനിടയിൽ ആ മേളം കേട്ട് ആനച്ചന്തവും അലങ്കരിച്ച അമ്പലവും വടക്കുന്നാഥൻ്റെ കവാടവും അവിടുത്തെ ആ ഒരു പ്രത്യേക വൈബ്, അത് എന്ന് പറയുന്നത് ഒന്നിനും കൊണ്ടും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെ ആ അനുഭവം പരമാവധി നമ്മളിവിടെ ഉള്ളപ്പോൾ നേടിയെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഓരോ തൃശ്ശൂർ പൂരവും നാട്ടിലുള്ളപ്പോൾ കാണണമെന്ന് ഒരാഗ്രഹം തുടങ്ങിച്ചത് ആദ്യത്തെ തൃശ്ശൂർ പൂരത്തിന് ശേഷമാണ്. 60 കിലോമീറ്റർ ദൂരെ പട്ടാമ്പി വളാഞ്ചേരി ബോർഡറോട് ചേർന്ന നാട്ടിൽ നിന്നാണ് യാത്ര തുടങ്ങുക. കാലത്ത് 6 മണിക്ക് യാത്ര പുറപ്പെട്ട് കഷ്ടി 8:30 തൃശ്ശൂർ എത്തുന്ന രീതിയിൽ ആണ് പ്ലാൻ ചെയ്യാറ്. കാലത്ത് നേരത്തെ പുറപ്പെട്ടാൽ കഴിഞ്ഞുള്ള ഗുണം എന്ന് വെച്ചാൽ ആ വലിയ തിരക്ക് വരുന്നതിന് മുമ്പ് തിരക്കുണ്ടായിരിക്കും എന്തായാലും. കാരണം എറണാകുളം, അതുപോലെ എറണാകുളത്ത് തൊട്ട് തന്നെ തിരുവനന്തപുരം മറ്റുള്ള ജില്ലകൾക്കാർ എല്ലാവരും കൂടെ 2-3 ദിവസത്തേക്കൊക്കെ വന്ന് തമ്പടിച്ച് റൂമൊക്കെ എടുത്ത് താമസിച്ച് ചമയം പ്രദർശനം തൊട്ട് സാമ്പിൾ വെടിക്കെട്ട് പൂരാഘോഷങ്ങൾ ഉപചാരം ചൊല്ലില്ല 3-4 ദിവസത്തേക്കൊക്കെ സ്റ്റേ ചെയ്ത് തിരിച്ചു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ തൃശ്ശൂർക്കാരെ കൂടാതെ തന്നെ അപ്പം ഇത്രയും തിരക്കുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ 9 മണിക്കൊക്കെ എത്തുകയെന്ന് പറഞ്ഞാൽ തന്നെ അത്യാവശ്യം തിരക്ക് ആയിരിക്കും. പ്ലാൻ ചെയ്ത പോലെ 8:30 നമ്മൾ ആനവണ്ടിയിൽ KSRTC ടെർമിനലിൽ ഇറങ്ങി. സ്ഥിരമായിട്ട് നമ്മൾ അങ്ങനെ തൃശ്ശൂർ പോകാറില്ലെങ്കിലും കുറച്ച് പരിസരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നേരെ നമ്മൾ ആ റൗണ്ടിലോട്ടുള്ള പോക്കിനിടയിൽ നമ്മൾ അടുത്തുള്ള വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നോക്കും, ഭക്ഷണശാലകൾ. അങ്ങനെ തിരക്കില്ലാത്തൊരു കിട്ടുന്ന കടയിൽ കയറി അത്യാവശ്യം കുഴപ്പമില്ലാതെ ഭക്ഷണം കഴിച്ചു. കാരണം കാലി ചായ കുടിച്ചാണ് നമ്മൾ ഇറങ്ങിയത്. അതിനുശേഷം നേരെ റൗണ്ടിലെത്തുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒരു കൂട്ടം ദേശക്കാരാണെന്ന് ഓർമ്മയില്ല. കാരണം ഒരുപാട് ഘടകപൂരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. കാലത്ത് തൊട്ടേ ഘടകപൂരങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ഒരു 5-8 ആനകൾ ചേർന്നിട്ടുള്ള ഒരു പഞ്ചവാദ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പടിഞ്ഞാറേ നടയുടെ മുന്നിൽ വെച്ച് തന്നെ റോഡിന് പുറത്ത് മെയിൻ റോഡിൽ തന്നെ ഘടകപൂരങ്ങളുടെ ഒരു തായമ്പക കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ആ തിരക്കിനിടയിൽ നിന്ന് അപ്പോഴേക്ക് ന്യൂസ് പേപ്പറുകളൊക്കെ കിട്ടിത്തുടങ്ങി. പൂരത്തിൻ്റെ പ്രത്യേക എഡിഷൻ, തൃശ്ശൂർ എഡിഷനിൽ ഇറക്കിയ മാതൃഭൂമി മനോരമക്കാരൊക്കെ ന്യൂസ് പേപ്പർ, വിശറികൾ എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി. അതൊക്കെ വാങ്ങി വായിക്കാനും നേരമില്ല. ഈ തിരക്കിനിടയിൽ അത്യാവശ്യം കാറ്റ് കൊള്ളിക്കാനെങ്കിലും ആ സമയത്ത് ഉപയോഗിക്കും. അങ്ങനെ പഞ്ചവാദ്യം ഒക്കെ ഇട്ട് മേളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്നു. അതിനുശേഷം നമ്മൾ നേരെ മൈതാനത്തിൻ്റെ ഉള്ളിലോട്ട് കിടക്കുകയാണ്. അങ്ങനെ നമ്മൾ മൈതാനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മൾ കണ്ടു പോകുന്നത് ഏറ്റവും മുകളിൽ പ്രധാന പ്രവേശന കവാടം. സാധാരണ നമ്മൾ പോകുന്നത് പടിഞ്ഞാറ് ഗോപുരനടയുടെ മുന്നിലോട്ടാണ്. അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കണ്ടുപോകുന്നത് നമ്മുടെ അവിടുത്തെ പ്രധാന കവാടവും അവിടുത്തെ അലങ്കാരങ്ങളും ഒക്കെയാണ്. അവിടെ ഒരുപാട് ആളുകൾ കൂടി നിൽപ്പുണ്ടാവും. അവിടെ നമ്മൾ എത്തുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ ഒരു ഫോട്ടോ എടുക്കണം, എന്തോ വലിയ കാര്യം നേടി എന്നുള്ളൊരു പ്രതീതി. അതൊരു ഫോട്ടോ എടുപ്പോടുകൂടി നിൽക്കാനുള്ള ഗോപുരത്തിൻ്റെ അലങ്കരിച്ച ഗോപുരത്തിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഒരു പൂരം കണ്ട
പൂരം കണ്ട പോലെയല്ല, എന്നാലും ഒരു എന്തോ വലിയ കാര്യം നേടി എന്നൊക്കെ ഒരു തോന്നുന്നൊരു ഇതാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സെൽഫി എടുത്താൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല, കാരണം മുഴുവനായിട്ട് കിട്ടില്ല, കാരണം ഒരുപാട് ഹൈറ്റുള്ള ഇതാണല്ലോ. അപ്പം ആരുടെ അടുത്തെങ്കിലും നമ്മൾ ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുത്ത് കൊടുക്കലും ഫോട്ടോ എടുക്കുന്നതൊക്കെ കാണും. അപ്പോൾ നമ്മൾ അവരെ അടുത്ത് ചോദിച്ചിട്ട് ഗഡികൾ ഒരുപാട് കാണും. ഗഡികളുടെ സഹായത്തോടു കൂടി ഗഡികൾക്ക് അങ്ങോട്ട് ഫോട്ടോ എടുത്ത് കൊടുത്തിട്ടൊക്കെ നമ്മളങ്ങനെ ഒരു നമ്മളെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്കാണ് പോക്കെങ്കിലും ആ ഒരു നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർ എത്തിക്കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് നേരം ആ തിരക്കിനിടയിലും ആ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ ഒന്ന് അവിടുത്തെ ശുദ്ധമായി ശ്വസിച്ച് കുറച്ച് നേരം അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്യും. വാതിൽ കടന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം പോയപ്പോൾ ആ സമയത്ത് മേളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അകത്ത് തന്നെ. പ്രധാന പ്രവേശന കവാടത്തിൻ്റെ ഗോപുരം വാതിൽ കടന്നതും അവിടെ മേളം ഉണ്ടായിരുന്നു. അകത്ത് കുറി പോയപ്പം മേളമൊന്നുമില്ല, പക്ഷേ അകത്ത് ആളുകൾ കൂട്ടമൊക്കെ ഉണ്ട്. അവിടെ ഒരുപാട് ചുറ്റമ്പലവും പിന്നെ ഒരുപാട് ഉപദേവകളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് തണുപ്പും നല്ല കാറ്റൊക്കെ കിട്ടുന്ന അരയാലുകൾ, ആൽത്തറകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തിരിക്കാൻ തന്നെ അധികം തിരക്കൊന്നുമില്ലാതെ, ആ സമയത്ത് അധികം തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യും. നമ്മൾ ഒന്ന് പ്രദക്ഷിണം വയ്ക്കും, പിന്നെ നമ്മൾ ആൽത്തറകളിലൊക്കെ ഇരുന്ന് ഇപ്പം കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കും. അതാണ് അവിടെ എത്തിയാലുള്ള, അകത്ത് കയറി കഴിഞ്ഞാലുള്ള ആദ്യത്തെ ചടങ്ങ്. ഇക്കുറി നമ്മൾ പ്രദക്ഷിണം വയ്ക്കുന്നതിനിടയിൽ നമ്മൾ വേറൊരു എനിക്ക് തോന്നുന്നു കിഴക്ക് ഗോപുരമാണെന്ന് തോന്നുന്നു. കിഴക്കേ ഗോപുരത്തിൻ്റെ സൈഡിലെത്തിയപ്പോൾ നേരെ അപ്പുറത്തോട്ട് നോക്കിയപ്പം അവിടെ ഒരു മേളം നടക്കുന്നുണ്ട്. അവിടുന്ന് ഏതോ പൂരം കയറി വരുന്നത്. അപ്പം താഴോട്ടാന്ന് ഇറങ്ങിയാലോ എന്ന് തോന്നി, കാരണം ചെരുപ്പ് വെച്ചിരിക്കുന്ന പടിഞ്ഞാറൻ നടയിലാണ്. അവിടെ ജസ്റ്റ് ഒരു സ്റ്റാൻഡിൻ്റെ മറവിൽ ജസ്റ്റ് ചെരുപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കിഴക്ക് വഴി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ തിരിച്ച് കിഴക്ക് വഴി കയറ്റിക്കൊള്ളുന്നില്ല. അപ്പം എന്ത് വരട്ടെന്ന് വെച്ചിട്ട് കിഴക്ക് വഴി ഇറങ്ങി ഞങ്ങൾ നോക്കുമ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ കിഴക്കാണോ വടക്കാണോ എന്നത്ര ഓർമ്മയില്ല, കിഴക്കായിരിക്കാം. പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ മുൻവശം കാണാം നമുക്ക്. തൃശ്ശൂർ മറ്റേ കോർപ്പറേഷൻ്റെ എക്സിബിഷൻ, പൂരം എക്സിബിഷനുണ്ട്. പാറമേക്കാവ് നടയുടെ മുൻപിൽ ആ ഭാഗത്തേക്കുള്ള ഗോപുരവാതിലൂടെയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. അങ്ങനെ ജസ്റ്റ് ആ അമ്പലത്തിലൊക്കെ ഒന്ന് കയറി അവിടെ ഉള്ളിലൊക്കെ കയറി തൊഴുത് കുറച്ച് നേരം അവിടെ നിന്നു. ആദ്യമായിട്ടായിരുന്നു പാറമേക്കാവ് അമ്പലത്തിൽ പോകുന്നത്. അപ്പം അവിടെയൊക്കെ ഒന്ന് കണ്ട് തിരിച്ച് നടക്കുന്ന സമയത്ത് കുറച്ച് ആനകളും എഴുന്നള്ളത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ സംഭാരം കൊടുക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് നേരെ തിരികെ വന്ന് ഇറങ്ങിയ ഗോപുരത്തിൻ്റെ വാതിൽ തന്നെ ഉള്ളിൽ കൂടെ തന്നെ നമ്മൾ കയറി. അപ്പോൾ ആ സമയത്ത് ഒരു ഘടകപൂരം കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് അതൊക്കെ കണ്ടു. വടക്കുന്നാഥൻ്റെ ഉള്ളിൽ അത്യാവശ്യം കറങ്ങിത്തിരിഞ്ഞ ശേഷം നമ്മൾ വീണ്ടും പെട്ടെന്ന് തന്നെ വെളിയിലോട്ട് ഇറങ്ങും. വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ വേറെ ഏതോ ഭാഗത്തിൽ ഇവിടെ അതുവഴിയിലെ എൻട്രൻസ് പുറത്തോട്ട് നമ്മൾ പടിഞ്ഞാറോട്ട് ഇറങ്ങാൻ പറ്റിയില്ല. കാരണം വേറെ ഏതോ വഴി പോയിട്ട് നമ്മൾ ചെരുപ്പ് എടുക്കേണ്ടി വന്നു. പടിഞ്ഞാറ് നടത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ചെരുപ്പ് എടുക്കേണ്ടി വന്നു. പിന്നെ നമ്മൾ പടിഞ്ഞാറ് നാട് എത്തിക്കഴിഞ്ഞ് മെയിനായിട്ട് നോക്കുന്നത് അവിടുത്തെ ഘടകപൂരങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ 11 മണിക്ക് ഇതുണ്ട്, മടത്തിൽ വരവുണ്ട്. മടത്തിൽ വരവ് ശരിക്ക് ഒരു പ്രത്യേക കൂട്ടര് അവരുടെ ഉപദേവതയെ കൊണ്ടുവരുന്ന ഒരു ചടങ്ങാണ് മടത്തിൽ വരവ്. അപ്പോൾ ഘടകപൂരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ അത് കണ്ട് നമ്മൾ ആ വെളിയിൽ വടക്കുന്നാഥൻ്റെ മിക്കവാറും പടിഞ്ഞാറ് നടയിൽ തന്നെ കുറേ നേരം നിന്ന് ഘടകപൂരങ്ങളെല്ലാം കണ്ടു, മേളവും എല്ലാം ആസ്വദിച്ച് അങ്ങനെ നിൽക്കുന്നു. ഇക്കുറി നമ്മൾ ഒരുപാട് ഫ്രണ്ടിലോട്ട് പോയില്ല, കാരണം കഴിഞ്ഞ കുറി പോയിട്ട് തന്നെ നമ്മൾ ചില സമയത്ത് നല്ല രീതിയിൽ തിരക്ക് വരും. കാരണം ഈ അത്യാവശ്യം സ്പേഷ്യസ് ആണെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ ആൽത്തറകൾ അങ്ങനത്തെ കുറച്ച് ഏരിയകളിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം ഈ എഴുന്നള്ളത്ത് ആനകൾ മേളം ഒരു 1/4 മണിക്കൂറോളം നീളുന്ന മേളത്തിന് ശേഷം ഉള്ളിലോട്ട് തിടമ്പേറ്റിയ ആന ഉള്ളിലോട്ട് പോകും. ഒരു 8-9 ആനകളുണ്ടെങ്കിൽ 2-3 എണ്ണമെങ്കിലും ഉള്ളിലോട്ട് പോകും. അപ്പോൾ ആനകൾ പോകുന്ന സമയത്ത് ചിലപ്പോൾ ആളുകൾ അതിൻ്റെ കൂടെ ആകിയിട്ട് ഒരുപാട് തിരക്ക് കഞ്ചഷൻ വരും. അപ്പോൾ നമ്മൾ വല്ലാതെ തിരക്കിൽ പോയില്ല.
പക്ഷെ ആ സമയത്ത് തന്നെ അവിടെ മീഡിയാസും എല്ലാം ഉണ്ടായിരുന്നു. പല മീഡിയ ചാനൽസും റിപ്പോർട്ടിങ്ങും അവരൊക്കെ ഈ ഹെഡ്സെറ്റും ഒക്കെ വെച്ചിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഈ ബഹളത്തിനിടയിൽ ഭയങ്കര അതൊക്കെ കണ്ടു. ദേശക്കാരുടെ ഉപദേവതകളെ വഹിച്ചുകൊണ്ടുള്ള ആനക്കൊമ്പന്മാരും മേളവും എല്ലാം ആസ്വദിച്ച് ഏതാണ്ട് 11 മണി മുതൽ ഒരു 12:45 വരെ ശരിക്കും പറഞ്ഞാൽ ഗോപുരനടയുടെ മുമ്പിൽ തന്നെ അധികം താഴോട്ട് ഇറങ്ങാതെ നമുക്കെല്ലാം കാണുന്നുണ്ട് ആനകളെ നിർത്തിക്കൊണ്ടുള്ള പച്ച നമ്മുടെ ആനകൾക്ക് വെയിൽ തട്ടാതിരിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന മറ്റേതുണ്ടല്ലോ, നമ്മുടെ നെറ്റ് കൊണ്ട് മറച്ച ഒരു അത്യാവശ്യം കുറച്ച് ഭാഗം മാത്രം മറിച്ചിട്ടുള്ള ഒരു അവിടെ ഒരു സൗകര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ വന്ന ആനകൾ നിർത്തിക്കൊണ്ട് ഓരോ കൂട്ടരും മേളം കാര്യങ്ങളൊക്കെ നടത്തി മേളത്തിന് ശേഷം ആനയെ അകത്തോട്ട് കൊണ്ടുപോയി തൊഴിച്ച് പുറത്തോട്ട് ഇറക്കുക. അങ്ങനെയാണ് ചടങ്ങ്. അപ്പം 12:45 വരെ കഷ്ടി അവിടെ നിന്നു. കാരണം 12:45 വരെ നിൽക്കാൻ കാരണം നമ്മുടെ രാമേട്ടൻ തെച്ചിക്കോട്ട് കാവ് രാമചന്ദ്രൻ ഏതാണ്ട് 1 മണിയോടുകൂടിയാണെന്ന് തോന്നുന്നു അകത്ത് വന്നത്. അകലെ കാണുന്നുണ്ടായിരുന്നു, പക്ഷെ കുറച്ചൊക്കെ അടുത്ത് വന്ന് ഒന്ന് കാണാനുള്ള കൊണ്ട് നമ്മൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്തു. 12:45 പ്ലാൻ ചെയ്തതും വൈകുന്നു എന്ന് തോന്നിയപ്പോൾ, കാരണം 2 മണിക്ക് 2:10 എലിഞ്ഞിത്തറമേളമുള്ളത്. എലിഞ്ഞിത്തറമേളം കഴിഞ്ഞ കുറി തന്നെ നമ്മൾ 2 മണിയോട് അടുപ്പിച്ചാണ് നമ്മൾ അകത്ത് കയറിയത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ മുള കെട്ടിയിട്ട് ഒരു സൈഡിലെ ഒരു മുള കെട്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ താഴേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഇക്കുറി നല്ല തിരക്കുണ്ടാവും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു 1:30 ഭക്ഷണം കഴിക്കാൻ പോയി തിരിച്ച് വന്ന് അകത്ത് കയറേണ്ട സമയം കണക്കൂട്ടിയാണ് നമ്മൾ അധികം വൈകാതെ ഇറങ്ങണം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അങ്ങനെ തെച്ചിക്കോട്ടുകാവ് തെച്ചിക്കോട്ട് രാമൻ്റെ തിടമ്പ് എടുത്തുകൊണ്ടുള്ള നെയ്തലക്കാവ് ഭഗവതി ഏതാണ്ട് അടുത്ത് വന്ന് നിൽക്കുന്നത് വരെ കണ്ടു. അതിനുശേഷം നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് നേരെ മെയിൻ റോഡിലോട്ട് ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ പോയി. ഭാരതിൽ പോയി മീൽസൊക്കെ കഴിച്ച് വേഗം തിരിച്ച് കയറി. ചെറിയൊരു അക്ഷരപ്പിശകുണ്ട്. അതായത് നെയ്തിലക്കാവ് ഭഗവതി തിടമ്പേറ്റിക്കൊണ്ടുള്ള തെച്ചിക്കോട്ട് രാമേട്ടനെ ഏതാണ്ട് അടുത്ത് നിന്ന് കണ്ട ശേഷമാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയത്. അങ്ങനെ ഏതാണ്ട് 1:45 നമ്മൾ തിരിച്ച് ഭക്ഷണം കഴിച്ച ശേഷം പ്രധാന ഗോപുര ഭാഗത്തേക്ക് വരികയാണ്. അവിടെ വന്ന ശേഷം നമ്മൾ നോക്കുന്നത് എവിടെയാണ് നമ്മൾ മുമ്പത്തെ ഓർമ്മ വെച്ചിട്ട് രാവിലെ ഒരു മിന്നായം പോലെ കണ്ടിരുന്നു അവിടെ സ്റ്റെപ്പ് കെട്ടി വെച്ചിരിക്കുന്നത്. കാരണം പുറത്തുള്ള വലിയ ക്രൗഡിന് അകത്തോട്ട് ഈ എലിഞ്ഞിത്തറ മേള കാണാൻ മറ്റിന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. കാരണം കുറേ കഴിയുമ്പോൾ അവർ 4 നടകളിലുള്ള രാവിലത്തെ പോലെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്കുവരവ് അവർ നിയന്ത്രിക്കും, പോലീസും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കും. അപ്പം അതുകൊണ്ട് മുകളിലോട്ട് താഴേക്ക് ഇറങ്ങാൻ വേണ്ടി അവരൊരു മുളയൊക്കെ കെട്ടിവെച്ചിട്ടുള്ള ഒരു സ്റ്റെപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിരഞ്ഞ് കുറച്ച് നേരം നടന്നു. അങ്ങനെ അത് കണ്ട് അതുവഴി താഴേക്ക് ഇറങ്ങി. കഴിഞ്ഞ തവണത്തെ അത്ര തിരക്കുണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വന്നു. ക്യൂ ഒക്കെ നിന്ന് ആളുകൾ കുറി വല്ലാതെ ക്യൂ നിൽക്കേണ്ടി വന്നില്ല. നമ്മളങ്ങനെ നേരത്തെ അമ്പലത്തിനുള്ളിലോട്ട് ഇറങ്ങി. അമ്പലത്തിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ എലിഞ്ഞിത്തറയുടെ അടുത്തേക്കാണ് ആദ്യം ഓടിച്ചില്ല. അവിടെ മണിക്കൂറുകൾ മുമ്പേ ആളുകൾ ക്യൂ ഒക്കെ സ്ഥലമൊക്കെ ഉറപ്പിച്ച് നിൽപ്പുണ്ടാവും. പിന്നെ പല ഭാഗങ്ങളിലായിട്ട് ഇത് നന്നായി കാണത്തക്ക രീതിയിൽ പല ഭാഗങ്ങളിലായിട്ട് നടപ്പാതയിൽ പ്രദക്ഷിണ വഴിയിൽ അതിന് നേരെയുള്ള പ്രദക്ഷിണ വഴി തറയ്ക്ക് നേരെയുള്ളത് അവിടേക്കൊക്കെ പോലീസ് അടുപ്പിക്കുന്നില്ല. കാരണം പോലീസ് എല്ലാം ബാരിക്കേഡെല്ലാം വെച്ചിട്ട് നോക്കിയിട്ടുണ്ട്. പിന്നെ എലിഞ്ഞിത്തറയ്ക്ക് മുമ്പിൽ തന്നെ നമുക്ക് ഒരു ചെറിയൊരു പന്തൽ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് 2-3 കമ്പാർട്ട്മെൻറ്റൈസേഷൻ ചെയ്തിട്ട് 2-3 ബാരിക്കേഡ് തീർത്തിട്ട് ബോക്സുകൾ കണക്കാക്കിയിട്ടാണ് ആളുകളെ കാണികൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ ഈ ഒരറ്റത്ത് ഏറ്റവും എൻഡിലുള്ള ബോക്സിലോട്ട് കടക്കുക എന്നുള്ളതാണ് പ്രധാന കടമ്പ. അതുവഴി എങ്ങനെയോ കടന്നു. എല്ലാ ഭാഗത്തും 4 ഭാഗത്തും പോലീസ് നിൽപ്പുണ്ട്. അതിനിടയ്ക്ക് കുറച്ച് VIP അതുവഴി അവിടെയൊക്കെ വരുന്നുണ്ട്. അകത്തോട്ട് പ്രവേശിക്കുന്നത് കാണാം.
അങ്ങനെ ആദ്യത്തെ ഏറ്റവും എക്സ്ട്രീം പുറത്തുള്ള ബോക്സിലോട്ട് കടന്നു. അവിടെ കടന്നു കഴിഞ്ഞാൽ തന്നെ ആളുകൾ ഒരുപാട് കാണാം. നമുക്ക് ആളുകളിങ്ങനെ പാക്ക് ചെയ്ത രീതിയിലാണ് ഉണ്ടാവുക. ഇങ്ങനെ കുറേ നേരം നിന്ന ശേഷം 2:30 കൂടിയാണ് രജിത്രമേള തുടങ്ങിയത്. അപ്പോൾ ഈ ഏറ്റവും പുറത്തുള്ള ബോക്സിൻ്റെ ഏറ്റവും ഫ്രണ്ട് വഴിയിലോട്ട് എങ്ങനെയോ എത്തി, അധികം തിരക്കില്ലാതെ. അവിടുന്ന് മെല്ലെ അതിൻ്റെ എൻഡിലോട് കൂടി അപ്പുറത്തെ സെക്കൻഡ് കമ്പാർട്ട്മെൻ്റ് എന്നല്ല, സെക്കൻഡ് ബോക്സിൻ്റെ ഉള്ളിലേക്ക് കുറച്ചുകൂടെ അടുത്തേക്കുള്ള ഒരു വട്ടക്കൂട് അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി. അത് ശരിക്കും പറഞ്ഞാൽ മേളം തുടങ്ങി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടെ അടുത്തേക്ക് നീങ്ങാൻ പറ്റി. അങ്ങനെ കഴിഞ്ഞ കുറിയിൽ കണ്ടതിനേക്കാൾ കഴിഞ്ഞ കുറി എനിക്ക് തോന്നുന്നു ഏറ്റവും പുറമേയുള്ള ബോക്സിൻ്റെ ഏറ്റവും പുറമേയുള്ള ബാരിക്കേഡിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കണ്ടത്. ഇക്കുറി രണ്ടാമത്തെ ബാരിക്കേഡ് കടന്ന് അതിൻ്റെ ഏകദേശം അടുത്തേക്ക് അതിൻ്റെ ഫ്രണ്ടിൽ വരെ എത്തി കാണാൻ പറ്റി. കാരണം നമുക്ക് മേളം കൊട്ടുന്നതും കുറച്ച് വാദ്യക്കാരുടെ മുഖങ്ങളൊക്കെ കാണാം. ആനകളെ നിർത്തിയിരിക്കുന്നത് കാണാം. മേളം നന്ന രീതിയിൽ കാണാൻ പറ്റും. പിന്നെ എനിക്കൊരു അലോസരമായി തോന്നിയത്, ഈ മേളം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ യുവനിരകളെല്ലാം കൂടെ ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാകുമായിരിക്കുക. ഈ സജ്ജീകരണത്തിനുള്ളിൽ 3 അറകൾ തീർത്തിട്ടുള്ള ആ ഒരു ബാരിക്കേഡിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവരെല്ലാവരും കൂടെ നമ്മൾ ഈ മേളം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ ഒച്ചയും അവരുടെ ഒരു ആവേശവും അവരുടെ ഒരു വിളികളും ആർപ്പുവിളിയും കാര്യങ്ങളും അവരുടെ പാട്ട്, അങ്ങനെ കുറേ നേരത്തേക്ക് മേളത്തിൻ്റെ ശബ്ദത്തെ അതിജീവിക്കുന്ന രീതിയിൽ അവരുടെ ഒരു ഇതുള്ളത് കുറച്ച് ആ മേളത്തിൻ്റെ സുഖമായ ഒരു കേൾക്കുന്നതിന് കുറച്ച് അലോസരം പോലെ തോന്നും. പക്ഷേ അതൊക്കെ മേളം കാലങ്ങളായി ആസ്വദിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പോൾ അവർക്ക് അതൊരു സ്പിരിറ്റാണ് മേളം എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കുമല്ലോ. അപ്പോൾ ചിലർ വെടിക്കെട്ട്, ചിലർ കുടമാറ്റം, ചിലത് മേളം. അപ്പം മേളം നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ മേളം അധികം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മാത്രമേ നമ്മൾ മേളത്തിനോട് അത്ര കമ്പം തോന്നി തുടങ്ങിയിട്ടുള്ളൂ. അപ്പം അതിനു മുമ്പേ വർഷങ്ങളായി മേളം കണ്ടാസ്വദിക്കുന്ന ആളുകൾ, നമ്മുടെ ടൈറ്റസ് സ്റ്റേറ്റിനെ പോലെയുള്ള ആളുകളൊക്കെ വിളിക്കുമ്പോൾ മേളം. അതുപോലെ ഇവിടെ ഏറെക്കുറെ യുവനിരയും അത്രയും അവരുടെ ആ ഒരു ആർപ്പുവിളികളിൽ നിന്നും ആ ഒരു കൈ താളത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാം അവരുടെ മേളത്തോടുള്ള കമ്പം. ഗിന്നസ് റെക്കോർഡുകളിലടക്കം സ്ഥാനം പിടിച്ചിട്ടുള്ള എലഞ്ഞിത്തറ മേളം, പ്രസിദ്ധമായ എലഞ്ഞിത്തറ മേളം, എനിക്ക് തോന്നുന്നു തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ അവിടുത്തെ എലഞ്ഞിത്തറ മേളം തന്നെയാണ്. ഇതൊരു പ്രത്യേക ശബ്ദ വിന്യാസമാണ്. അതിനകത്ത് ആ ഭാഗത്ത് ചെന്ന് നിന്നാൽ ആ മേളം ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ കിട്ടുന്നത്. അപ്പോൾ ഏകദേശം ഒരു 2:30 തുടങ്ങിയ മേളം ഏകദേശം ഒരു 4-4:15 വരെ കേട്ടു. ഏതാണ്ട് അവസാനിക്കാറായിരുന്നു. പക്ഷേ 4:15 കൂടി, കാരണം അത്രയും നന്നായി കേൾക്കാൻ പറ്റി, അടുത്തുനിന്ന് കാണാൻ പറ്റി. കുറേയൊക്കെ ആ താളത്തിൻ്റെ കൂടെ നമ്മൾ കൈകൾ ഇണക്കി കുറച്ച് ചൂടുകളൊക്കെ വെച്ചു എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ഇതായിരുന്നു ആ ഒരു 1.5 മണിക്കൂറോളം. അതിനുശേഷം മെല്ലെ പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ തന്നെ ഭയങ്കര പാടാണ്. കാരണം അകത്ത് കയറുന്നവരെ പുറത്തുള്ള വട്ടക്കൂടുന്ന് കമ്പാർട്ട്മെൻ്റ് എന്നല്ല, പുറത്തുള്ള ബാരിക്കേഡിൽ നിന്ന് 3-ൽ 2 ചാടുന്നവരെ തിരികെ പോലീസ് പിടിച്ച് 3 തന്നെ മാറ്റുന്ന കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. പോലീസിൻ്റെ കൺവെട്ടത്ത് കണ്ടു കഴിഞ്ഞാൽ അവർ വന്ന് ചാടിയ ആളെ തിരിച്ച് പുറകിലോട്ട് തന്നെ മാറ്റുന്ന, അല്ലെങ്കിൽ വെളിയിലോട്ട് കടത്തുന്ന രീതിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ. പിന്നെ കണ്ടത് കുറച്ച് ഒരു പെൺകൊച്ച് എന്ന് വെച്ചാൽ ഒരു 10-25 വയസ്സുള്ള അവർ ഒരു ഗ്യാങ്, ഒരു 3-4 പേര് ആൺപിള്ളേരുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ 3-ാമത്തെ ബാരിക്കേഡിൻ്റെ മുളയോട് കൂടി ചേർന്നിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ലേഡിക്ക് ചുറ്റും ഈ 2-3 പേര് ജസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തിരക്ക് വന്നപ്പം അവർ അവിടെ നിൽക്കുന്ന ലേഡിക്ക് എങ്ങനെയെങ്കിലും അകത്തുള്ളതിലോട്ട് പോയാൽ കൊള്ളാമെന്ന് തോന്നി. അപ്പോൾ പോലീസിനോട് പറഞ്ഞു. പോലീസ് എനിക്ക് തോന്നുന്നു അതത്ര ഇതാക്കിയില്ല, അവർ അത്ര ഹെൽപ്പൊന്നും ചെയ്തില്ല.
അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ അവർ എങ്ങനെയോ അപ്പുറത്തോട്ട് ചാടി, അപ്പുറത്തോട്ട് ഇറങ്ങി ലേഡി മാത്രം. പറഞ്ഞാൽ മൂന്നാമത്തെ ആ ഒരു ബാരിക്കേഡിൻ്റെ അകത്താണ്, ആ വട്ടത്തിലുള്ള ബാരിക്കേഡിൻ്റെ അകത്താണ് കുറച്ച് അത്യാവശ്യം തിരക്കുള്ളത്. സെക്കൻഡ് ബാരിക്കേഡിലൊക്കെ തന്നെ മുൻപിലോട്ടാണ് ആളുകൾ പോകുന്നത്. ബാക്കിൽ കുറച്ച് ഭാഗം ഫ്രീ ആയിരിക്കും, കുറച്ച് അത്യാവശ്യം ഇരിക്കാനും കിടക്കാനൊക്കെ 1-2 പേർക്ക് കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് ഒക്കെ കാണുമായിരിക്കും അവിടെ. അങ്ങനെ നമ്മൾ ഈവൻ എൻ്റെ കേസിൽ തന്നെ ഞാൻ ഏറ്റവും 4:15 വരെ അവിടെ നിന്നിട്ട് 4:45 മേളം കഴിഞ്ഞത്. 4:15 തിരിച്ച് വരണമെന്ന് ഏകദേശം കഴിയാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് വരണമെന്ന് തോന്നി. കാരണം കുറേ നേരം നിൽക്കുമ്പം പുറത്തൊരു പുറം വേദനയും കാര്യങ്ങളും, പിന്നെ അതിനകത്ത് തന്നെ ഞാൻ വെള്ളവും കാര്യങ്ങളൊക്കെ കരുതിയിരുന്നു, ചെറിയൊരു തോൽസഞ്ചി. വെളിയിലോട്ട് ഇറങ്ങാൻ തന്നെ ഭയങ്കര കുറച്ച് സമയം എടുക്കും. കാരണം ഇതിനിടയിൽ കൂടെ ആളുകൾ ഒരു ബാരിക്കേഡിൽ നിന്ന് അടുത്തിലോട്ട് വന്ന് അങ്ങനെ ഒരുവിധം പുറത്തോട്ട് ഇറങ്ങി കുറച്ച് നേരം അവിടെ വെളിയിൽ ഉള്ള പുല്ലിലൊന്നും ഇന്നത്തെ പോലെ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം ഈ ചൂട് കാരണമൊക്കെ വരണ്ട് ഇരുന്ന പുല്ലുകളൊക്കെ. പിന്നെ ആൽത്തറയിൽ കുറച്ചൊക്കെ ഇരുന്ന ശേഷം മെല്ലെ പുറത്തോട്ട് ഇറങ്ങി വന്ന മുളവടി കൊണ്ടുള്ള ആ ഒരു ചുറ്റുമതിലിനോട് ചേർത്ത് ഉണ്ടാക്കിയിട്ട കോണികളല്ല, ഒരു തരം കോണികൾ തന്നെ. അതുവഴി തന്നെ നമ്മൾ അതുവഴി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് കാണാം പുറത്തുള്ള ആനകളെ മേളവും കാര്യങ്ങളെല്ലാം. കുറേ പേരൊക്കെ അവിടെ നിന്ന് ഭാഗത്തായിട്ട് നിന്നുകൊണ്ട് കാണുന്നുണ്ടായിരുന്നു. ഇലഞ്ഞിത്തറമേളം പറഞ്ഞപ്പോഴാണ്, കഴിഞ്ഞ കൂടി നമ്മൾ ഇലഞ്ഞിത്തറമേളത്ത് ഞാനൊരു കൂട്ടുകാരനെ കണ്ടായിരുന്നു, എൻ്റെ കൂടെ പഴയ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന ഫ്രണ്ട്സിന്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇലഞ്ഞിത്തറമേളം കാണാൻ വേണ്ടി അകത്ത് കയറിയത്. അകത്ത് കയറിയ ശേഷം പിന്നെ അകത്ത് കയറിയ ശേഷം പിന്നെ പുള്ളിയെ കാണാൻ പറ്റിയില്ല. അതിനിടയിൽ എൻ്റെ കണ്ണട താഴെ വീണിട്ട് എൻ്റെ അത് ചെറുതായി പൊട്ടിയിരുന്നു. അതൊക്കെ കഴിഞ്ഞ വർഷം ഉണ്ടായി. പിന്നെ അത്യാവശ്യം തിരക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. കുറി എന്തോ ഭാഗ്യത്തിന് അത്ര അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എന്തായാലും 4:45 ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയാൽ എന്തെങ്കിലും ചെറുതായി കഴിക്കാമെന്ന് വെച്ചു. കാരണം കുടമാറ്റം 5 മണിക്ക് 5:30ക്കാണ് പറഞ്ഞിരുന്നത്. 5:30 തുടങ്ങിക്കഴിഞ്ഞാൽ പ്രത്യേകം അറിയാം, ഏതാണ്ട് 8 മണി വരെ കുടമാറ്റം കാണും. പിന്നെ ആ സമയത്തൊക്കെ എന്ന് വെച്ചാൽ സ്വരാജ് റൗണ്ടിൽ ഈ ഇലഞ്ഞിത്തറ കഴിഞ്ഞ് അതും ആളുകൾ അവിടുന്ന് പെട്ടെന്ന് വന്ന് സ്വരാജിലെ സ്ഥലം പിടിക്കും. കാരണം കുടമാറ്റം കാണുമെന്ന് പറയുമ്പോൾ ഒരു ടീം എപ്പോഴും അമ്പലത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന ഭാഗത്ത് ആനകളെ നിർത്തി അവിടെയാണ് കുടമാറ്റം. മറ്റേ ടീം എപ്പോഴും സ്വരാജ് റൗണ്ടിൽ നിന്നുകൊണ്ടായിരിക്കും കുടമാറ്റം. അപ്പം ഏത് കൂട്ടരാണ് കൂടുതൽ നല്ല കുടകൾ ഇറക്കുക അതിനെപ്പറ്റിയൊന്നും വലിയ ഐഡിയ ഇല്ല. കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പം കുടമാറ്റം കുറച്ചുകൂടെ അകലെ നിന്നിട്ടാണ്, നമ്മുടെ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഒരു വെർട്ടിക്കലായിട്ട് നിന്നുകൊണ്ടാണ് നമ്മൾ കണ്ടത്. അതായത് ഹൊറിസോണ്ടലായി നിന്നുകൊണ്ടാണ് നമ്മൾ കണ്ടത്. അതായത് നമുക്ക് നേരെ മറ്റേ കോർപ്പറേഷൻ്റെ ഓഫീസിലോട്ട് നീളുന്ന വഴിയിൽ നേരെ മുന്നിൽ പോയി കഴിഞ്ഞാൽ ജംഗ്ഷൻ്റെ കുറച്ച് മുന്നിലായിട്ടാണ് ഒരു കൂട്ടർ സ്വരാജ് റൗണ്ടിൽ ആനകളെ നിരത്തിയിട്ടുണ്ടാവുക. അതായത് നമ്മുടെ ഒരു കൂട്ടം ആനകളുടെ പിറകിലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്, ഒരുപാട് പിറകിലായിട്ടാണ് നമ്മൾ നിന്നിരുന്നത് കഴിഞ്ഞ വർഷം. അതേസമയം ഇതും കഴിഞ്ഞ് ഒരുപാട് ഫ്രണ്ടിലെ അമ്പലത്തിൻ്റെ വരിയിൽ അതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു മിന്നായം പോലെ കാണത്തുള്ളൂ. നമുക്ക് കൂടുതൽ വ്യക്തമായി കാണാൻ പറ്റുന്നത് സ്വരാജ് റൗണ്ടിലുണ്ടായിരുന്ന ആനകളും ആ ഒരു ടീമിൻ്റെ കുടമാറ്റം അതായിരുന്നു. അപ്പോൾ അതായിരുന്നു കഴിഞ്ഞ വർഷത്തെ അനുഭവം. കുറി എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടെ എന്തോ ഭാഗ്യത്തിന് കുറച്ചുകൂടെ അടുത്തുനിന്ന് കാണാൻ പറ്റി കുടമാറ്റം. അടുത്തുനിന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ടീമിൻ്റെ മാത്രമേ കൂടുതൽ കാണാൻ പറ്റുക. മറ്റേ ടീമിൻ്റെ വലിഞ്ഞ് നോക്കുമ്പം ചെറിയതായി ഏത് തരം കുടയാണ് അവർ നിർത്തിയിരിക്കുന്നത് എന്നുള്ള രീതി അത്യാവശ്യം കാണാമെന്ന് മാത്രം. അങ്ങനെ ഇക്കുറി കുടമാറ്റം കുറച്ചുകൂടെ നന്നായി കാണാൻ പറ്റി. എന്തുകൊണ്ടോ കഴിഞ്ഞ കുറിയിൽ കുടമാറ്റം കാണുന്നതിനിടയിൽ ഒരുപാട് നല്ല തിക്കും തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പുറത്തൊരു ബാഗും ഒക്കെ ചുമന്ന് ഉള്ള നടത്തത്തിനിടയിൽ ഒരുപാട് തിക്കും തിരക്കും ബാഗ് വലിയും ഒരുപാട് കൺജസ്റ്റഡ് ആയിരുന്നു. ഒരുപാട് ഇക്കുറി അത്രയധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്തോ ഭാഗ്യത്തിന്. അങ്ങനെ കഷ്ടി 5:15 5:30 കുടമാറ്റം തുടങ്ങിയത്. എന്തോ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടത് പാറമേക്കാവിൻ്റെ കുടമാറ്റമാണെന്ന് തോന്നുന്നു. കാരണം സ്വരാജ് റൗണ്ടിലുണ്ടായിരുന്നു, അതോ തിരുവമ്പാടിയും. എന്തായാലും അവർ ഒരുപാട് കുടകളൊക്കെ ഇറക്കി. ആദ്യം തൊട്ടേ നമ്മൾ കുടകളെന്നെല്ലാം ശ്രദ്ധിച്ചു.
അടുത്ത 2-3 വട്ടത്തിന് മാറ്റാനുള്ള കുടകളെല്ലാം ഒരു പിറകിലിങ്ങനെ കൊണ്ടുവന്ന് നിർത്തും. അതെല്ലാം നമ്മൾ കണ്ടു. കൂടുതൽ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. കുടമാറ്റം ഇങ്ങനെ കണ്ടു നിന്നു. അവസാനത്തേക്കാണ് അവർ നല്ല നല്ല കുടകളൊക്കെ അവിടെ ഇറക്കിയത്. ശ്രീരാമനും ഹനുമാനും ചേർന്നിട്ടുള്ള കുടയൊക്കെ ഇറക്കിയ എൻ്റെ തൊട്ട് അടുത്തുള്ള ദേശക്കാരായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു. വർണ്ണക്കുടകൾ, തട്ടുകളുള്ള കുടകൾ, കുടമാറ്റവും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായി അങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ട് ഭാരതിലൊന്ന് പോയിട്ട് ചെറിയൊരു പഴംപൊരി ചായയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഭയങ്കര ഇവിടെ 5 മണിയാണെങ്കിൽ തന്നെ നമുക്ക് സാധാരണ നമ്മൾ ചായയും കാപ്പി എന്തെങ്കിലും കഴിക്കാറാണ്. പക്ഷെ ആ സമയത്ത് ആ ബഹളത്തിനും ആ തിരക്കിൻ്റെ ഇടയിലൊക്കെ ഒന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ തണുത്ത് എന്തെങ്കിലും കഴിക്കണം എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇടയ്ക്കെപ്പോഴോ 2-3 ഗ്ലാസ് സംഭാരം കുടിച്ചിട്ടായിരുന്നു. സംഭാരം കൂടി കോർപ്പറേഷൻ്റെ സംഭാരം വെറും വെള്ളമല്ല, അത്യാവശ്യം മോരൊക്കെ ചേർത്തിട്ടുള്ള നല്ല സംഭാരമായിരുന്നു. എന്തോ സംഭാരം, ചുക്കുവെള്ളമല്ല, നമ്മൾ ഔഷധ കുടിവെള്ളം, അതുപോലെ മിനറൽ വാട്ടർ, ഇതെല്ലാം കൊടുത്തിട്ട് കോർപ്പറേഷനും സേവാഭാരതി, മറ്റുള്ള സംഘടനകൾ എല്ലാം, അതുപോലെ പല പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ നല്ല സഹായമായിരുന്നു കാണികൾക്ക്, പൂരം കാണാൻ എത്തിയ ആളുകൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. അങ്ങനെ കഷ്ടി ഒരു 7-7:30 ആയതോടുകൂടി നമ്മളൊരു വിധം മുതുക് പണി തരുന്ന അവസ്ഥയായി. കാരണം തിരക്ക് അധികം കിട്ടിയില്ലെങ്കിൽ തന്നെ നമ്മളൊരു കുറേ നേരം നിന്ന് കഴിയുമ്പോൾ മുതുകിന് പുറത്ത് ഭയങ്കര വേദന തോന്നും. നമുക്കൊന്ന് ബെൻഡ് ചെയ്യാനോ ഒന്ന് കൈകാലിൽ നിൽക്കാനോ ഒന്നും, കാരണം എപ്പോഴും നമ്മൾ ഒന്നുകിൽ നമ്മൾ കണ്ടു നിൽക്കുക, അല്ലെങ്കിൽ മൊബൈലിൽ പകർത്തുക, ഓരോരോ കുടകളൊക്കെ മാറുന്നത് നോക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു 2-3 മണിക്കൂർ അവിടെയും 5:30 ഒരു 5:30 തൊട്ട് നമ്മളൊരു 7 മണി വരെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മൊബൈലിലെ ചാർജും ഏറെക്കുറെ തീരാറായി. കാരണം ഇൻ്റർനെറ്റൊക്കെ ഓഫാണെങ്കിൽ തന്നെ നമ്മളെ ഇപ്പോഴത്തെ പുതിയ മൊബൈൽ ഫോൺസ് എല്ലാം ഒരു 6 to 8 hours ഒക്കെയാണ് ഫുൾ, ഈവൻ 8 to 12 hours മാക്സിമം അത്രയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ചാർജ് റിട്ടേൺ ചെയ്യും. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് പുറമൊന്ന് നിവർത്താനും ഒന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് നടന്നാലും തോന്നി. ഇങ്ങനെ കുടമാറ്റത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ അവസാനത്തെ കുറച്ച് അടിപൊളി കുടകളൊക്കെ ഉണ്ടായിരുന്നു. വിവാദമായ നമ്മളെ ശ്രീരാമൻ്റെയും 2 കൂട്ടരുടെയും ശ്രീരാമൻ്റെ കുട പ്രദർശനവും കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. എന്തായാലും ആ ഖേദം നമ്മൾ രാത്രി അമ്പലത്തിനകത്ത് കിടന്നപ്പം അതിനകത്തുനിന്ന് ആ ഭാഗത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ശിവൻ്റെയും അതുപോലെ ശ്രീരാമൻ്റെയും അയോധ്യ രാംലല്ലയുടെയൊക്കെ കുടകളൊക്കെ കാണാൻ പറ്റി രാത്രി. അപ്പോൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങാൻ, ഈ കുടമാറ്റത്തിന് ശേഷം, കുടമാറ്റം കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ നേരത്തെ ഒരു 7:30 കൂടി നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി. അവിടുന്ന് ഫോൺ ഒരുവിധം ചാർജ് ചെയ്തു. കടയിൽ നിന്ന് കുറച്ച് നേരം ആ ഭാഗത്ത് കാരണം എന്ന് വെച്ചാൽ ആളുകൾ മിക്കവാറും ഈ പേപ്പറൊക്കെ വെച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ വിശ്രമിക്കും. കാരണം സ്റ്റെപ്പുകളിലോ ഫുട്പാത്തൊക്കെ ഏറെക്കുറെ നമ്മൾ ഈ കല്യാണ വീടുകളിലൊക്കെ നിലം അലങ്കരിച്ച പോലെ ഒരു ചോപ്പ് തുണികളൊക്കെ വെച്ച് കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ കോർപ്പറേഷൻ്റെ ഓഫീസിലോട്ടുള്ള വീതികൾ, അതുപോലെ പ്രധാന ഭാഗങ്ങളൊക്കെ നമ്മൾ ഈ നെറ്റ് അല്ലെങ്കിൽ ഈ തുണികൾ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിന് മുകളിൽ ആളുകളൊക്കെ ഇരിക്കും പേപ്പറിട്ട് വിരിച്ചിരിക്കും. ചിലവർ ഏറെക്കുറെ മാക്സിമം റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ റെസ്റ്റ് എടുക്കും. കാരണം അത്രയും കാലം രാവിലെ തൊട്ട് നിന്ന് വിവിധമായി കാണും. ലേഡീസ് അടക്കം നമ്മളെ പേപ്പറിട്ടൊക്കെ ഇരിക്കുന്ന കാണാം, കുട്ടികൾ എല്ലാവരും. പിന്നെ അവിടെ ഒരു റിനോവേഷൻ നടക്കുന്ന ഒരു കടയിൽ പോയി കുറച്ച് നേരം ചാർജ് ചെയ്തു. 1.25 മണിക്കൂറോളം അവിടെ സ്റ്റെപ്പിൽ പേപ്പറൊക്കെ വിരിച്ചിട്ടിരുന്നു. അത് കഴിഞ്ഞ് നേരെ വീണ്ടും ഭാരതിൽ തന്നെ പോയി ഭക്ഷണം കഴിച്ച് നേരെ തിരികെ വന്നിട്ട് റൗണ്ടിൽ ഒന്ന് കറങ്ങി പ്രധാന കടകളും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെച്ചു. പിന്നെ അമ്പലത്തിനകത്തോട്ട് കയറി അവിടെ ലൈറ്റിങ് എല്ലാം ഒക്കെ നോക്കി. നമ്മൾ ശരിക്കും പറഞ്ഞൊരു 8-9 മണിയോടുകൂടെ അകത്ത് കയറി. അപ്പോൾ അവിടെ നമ്മളൊരു കൂട്ടുകാരൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത്. അപ്പോൾ അവൻ വന്നു, അവൻ്റെ കൂടെ നേരെ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ അമ്പലത്തിനകത്ത് ആ ഭാഗത്ത് ഫ്രണ്ടിലൊക്കെ ഒന്ന് കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നേരെ താഴെ എക്സിബിഷൻ്റെ ഭാഗത്തോട്ടൊന്ന് നീങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് നേരം സംസാരമൊക്കെ കഴിഞ്ഞിരുന്നു. കഷ്ടി 10 മണി വരെ അങ്ങനെ അവൻ കൂടെ ഉണ്ടായിരുന്നു.
പിന്നെ നമുക്കറിയാം വെടിക്കെട്ട് നടക്കുന്നത് കാലത്ത് 3:30-ക്കാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ എനിക്ക് ഓർമ്മയുണ്ട് 10 മണി വരെ 10-10:30 വരെ ഒന്നും കുഴപ്പമൊന്നും കാണില്ല. കാരണം ഒരു ഉറക്കമൊന്നും വരാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ആയിട്ട് അങ്ങനെ അമ്പലത്തിൻ്റെ ഭാഗത്തൊക്കെ പോകും. അത് കഴിഞ്ഞ് ഒരു 12 മണി 3-3:30-ക്കാണ് വരുന്ന പണിയെങ്കിൽ ഉദ്ദേശം ഒരു 1 മണിയോട് കൂടി തന്നെ മറ്റേ നമ്മുടെ മൈതാനത്ത് ആളുകളൊക്കെ ഒഴിപ്പിക്കും. കാരണം വെടിമരുന്ന് നിറയ്ക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു 1.5 മണിക്കൂർ മുമ്പേ തന്നെ അവർ ഒഴിപ്പിക്കും. 2 മണി 1.5-2 മണിക്കുള്ളിൽ അവർ എല്ലാവരും ഒഴിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഈ ഉറക്കം തൂങ്ങി ആ സമയം ഒന്ന് കവർ ചെയ്യാൻ ഭയങ്കര ചടങ്ങാണ്. അപ്പോൾ അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് ഒരു സിനിമയ്ക്ക് പോകാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ജോസിലൊരു സിനിമയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഒന്ന് മുതുക് നിവർത്താനൊക്കെ സൗകര്യം കണക്കാക്കി അങ്ങനെ പ്ലാൻ ചെയ്തതാണ്. അതെന്തായാലും നന്നായും തോന്നി. കാരണം ശരിക്കും പറഞ്ഞാൽ ഒരു 11:50 ഷോ ശരിക്കും 12 തുടങ്ങിയപ്പോൾ കഷ്ടിയൊരു 2:45 വരെ സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും സമയം നമ്മൾ ഇത്രയും സമയം പുറത്തുനിന്ന് വെയിലും ചൂടും എല്ലാം കൊണ്ട് ഇങ്ങനെ ഉരുകി വേർപ്പൊക്കെ ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് AC-യിലൊക്കെ പോയിരുന്നു ഒന്ന് കുറച്ച് നേരം തണുപ്പും ഒന്ന് ആ ഉലച്ചിലൊക്കെ ഒന്ന് മാറ്റാൻ കുറച്ച് ഏറ്റവും ബെസ്റ്റ് ഒരു സിനിമയൊക്കെ തന്നെയാണ് ആ സമയത്ത്. അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞ് 2:45 കൂടി വെളിയിലോട്ട് ഇറങ്ങി. സിനിമ എന്ന് വെച്ചാൽ നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ ആവേശമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ സാധാരണ ഈ കുറച്ച് കാലമായിട്ട് രാത്രി സിനിമ കാണുമ്പോൾ ഈവൻ വീട്ടിലാണെങ്കിലും തിയേറ്ററിലാണെങ്കിലും രാത്രി സിനിമകൾ കാണുമ്പോൾ ഇടയ്ക്ക് ഉറങ്ങിപ്പോകുന്ന ശീലം ഉണ്ടായിരുന്നു. പറഞ്ഞാൽ ഈ സിനിമ കാണുമ്പം അത്ര ഉറങ്ങാൻ പറ്റിയില്ല. കാരണം വളരെ അവസാനത്തെ സെക്കൻഡ് ഹാഫിൽ ഒരു വളരെ 10 മിനിറ്റ് മാത്രമാണ് അവസാനത്തോട് അടുക്കുമ്പോൾ ചെറുതായൊന്ന് മയങ്ങിയത്. അതുവരെ ചിരിയും അത്രയും എൻഗേജ്ഡ് ആയിട്ടൊരു നല്ലൊരു സിനിമയായിരുന്നു. അതൊക്കെ കണ്ട് ജോസ് തിയേറ്ററിൻ്റെ ആ ഒരു വളരെ കുറച്ച് പഴക്കം ചെന്ന തിയേറ്ററാണ്. ഒരു പ്രത്യേകതയുണ്ട് ജോസ് തിയേറ്ററിനെ കുറിച്ചൊക്കെ. അവിടെ കാണാൻ നമുക്ക് ചെന്ന് കഴിയുമ്പോൾ ഒരു പഴയ സെല്ലോയിഡിൻ്റെ പഴയ ക്യാമറ കാര്യങ്ങൾ, കുറച്ച് മലയാള സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകൾ, കുറച്ച് കാര്യങ്ങളെല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഒരു ഷോക്കേസ് അല്ല, ജസ്റ്റ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ട് ആ സിനിമ എങ്ങനെ കഴിഞ്ഞ് 2:45 കഴിഞ്ഞു. അത് കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങി. അങ്ങനെ തിരിച്ച് സ്വരാജ് റോഡിലോട്ട് തന്നെ 2:45 തുടങ്ങി. ഒരു 3:30 തള്ളി നീക്കാൻ വേണ്ടി ഒരു 1/4 മണിക്കൂർ നമ്മുടെ ഇന്ത്യൻ കോഫി ഓഫീസിൻ്റെയും ഇതിൻ്റെയൊക്കെ മുമ്പിൽ സ്ഥലം കിട്ടി. അവിടെ കുറച്ച് പേപ്പറൊക്കെ ഇട്ടിരുന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ 3:30 വെടികെട്ട് നടക്കുന്നുള്ള ഒരു പ്രതീക്ഷയിൽ. അപ്പോഴാണ് അറിയുന്നത് നമ്മുടെ തലേന്നത്തെ രാത്രിയിലെ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ശേഷമുള്ള വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. തിരുവമ്പാടി ദേശത്തിൻ്റെ റോഡ് പോലീസും അവിടുത്തെ സംവിധാനങ്ങളൊക്കെ അത്ര നല്ല രീതിയിലല്ല എന്നുള്ള വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. കൃത്യമായ കാരണങ്ങളൊന്നും അറിയില്ല. അങ്ങനെ ഒരു വാർത്ത കേട്ടിരുന്നു, അതായത് ഒരുപക്ഷെ വെടിക്കെട്ട് നടക്കാൻ സാധ്യതയില്ല എന്നതൊക്കെ. സാധാരണ കഴിഞ്ഞ വർഷം വെടിക്കെട്ട് 4:15 ഒരു ദേശത്തിൻ്റെ തുടങ്ങിയത്. 3:30 സമയമെങ്കിലും 1 മണിക്കൂറൊക്കെ വീകാറുണ്ട്. 4:15 ഒരു ദേശത്തിൻ്റെ, അടുത്ത ദേശത്തിൻ്റെ 5:45 കൂടിയായിരുന്നു. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ഒരു 6 കൂടിയിട്ട് 2 ദേശത്തിനെയും വെടിക്കെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഇക്കുറി എന്നുള്ള ഒരു ധാരണയിലാണ് നമ്മളിരിക്കുന്നത്. പിന്നെ നമ്മൾ പലരും മൊബൈലിലെ ന്യൂസൊക്കെ ഹെഡ്ലൈൻസ് കണ്ടു. തിരുവമ്പാടി ദേശം വെടിക്കെട്ട് മാറ്റിവെച്ചു, അവരെ പൂരം നിർത്തിവെച്ച് പോയി. കാരണം എന്തോ ലാത്തി ചാർജും പ്രശ്നങ്ങളൊക്കെ ആയി എന്നൊക്കെ. അങ്ങനെ 3:30 എന്നുള്ളത് 4:30, 5:30 6:30 അങ്ങനെ ഇരിക്കുകയാണ്. അതിനിടയ്ക്ക് ആണ് അറിയാൻ പറ്റുന്നത് വെടിക്കെട്ട് എങ്ങനെയെങ്കിലും 2 കൂട്ടരും കൂടെ നടത്താൻ രാത്രിയിൽ എന്തൊക്കെ ചർച്ചകളൊക്കെ ഉണ്ടായി. വെടിക്കെട്ട് വീണ്ടും നടത്താൻ 2 കൂട്ടരും തീരുമാനിച്ചു എന്നുള്ള കാരണമൊക്കെ വന്നത്. നേരത്തെ അറിഞ്ഞിരുന്നത് പാറമേക്കാവ് ആദ്യം വെടിക്കെട്ട് നടത്തും, തിരുവമ്പാടി പിറ്റേ ദിവസം എന്ന് പറയാൻ പറ്റില്ല, രണ്ടും 12 മണി കഴിഞ്ഞു. 20-ാം തീയതി പുലർച്ചെയും 20-ാം തീയതി വൈകിട്ടും ആയിരിക്കും വെടിക്കെട്ടെന്നുള്ള വാർത്തയുണ്ടായിരുന്നു. പിന്നീട് അറിഞ്ഞു 2 കൂട്ടരും അടുപ്പിച്ച് തന്നെ ചെയ്യുന്നുള്ളത്. അങ്ങനെ 7:30 നമ്മൾ
പാറമേക്കാവിൻ്റെ വെടിക്കെട്ട് തുടങ്ങിയപ്പോൾ 6 എനിക്കൊന്ന് 5:30 തൊട്ടിട്ടേ അവർ ആളുകളൊക്കെ ഒഴിപ്പിക്കുന്നുണ്ട്. ഒരുപാട് എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ മാനുവലായിട്ട് ആളുകൾ പോയി വണ്ടികൾ, അതിനകത്ത് വണ്ടികളൊന്നുമില്ല. മരുന്ന് നിറയ്ക്കാൻ വളരെ മറ്റുള്ള പൂരങ്ങളെ അപേക്ഷിച്ച് അത്ര സ്പേഷ്യസും അത്ര ബഡ്ജറ്റും ഒന്നും ഇല്ലെങ്കിൽ കൂടി ഒരുപാട് പേരും ഒരുപാട് വളണ്ടിയേഴ്സൊക്കെ ഉണ്ടായിട്ട് തന്നെ ഒരു മണിക്കൂറോളം കൂടുതൽ മരുന്ന് നിറയ്ക്കാനും മാല ഫിറ്റ് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. അപ്പോൾ കഷ്ടി നമുക്കറിയായിരുന്നു 6:30 എന്ന് പറഞ്ഞാൽ തന്നെ ഒരു 7 മണി കഴിയുമെന്ന്. അപ്പോൾ അങ്ങനെ 7:20 കഷ്ടി 7:30 പാറമേക്കാവ് വെടിക്കെട്ട് തുടങ്ങാൻ. വെടിക്കെട്ടിലേക്ക് വന്നാൽ കഴിഞ്ഞ വർഷം കഷ്ടി 2 മിനിറ്റോ മറ്റോ പൊട്ടിച്ച മരുന്നായിരുന്നു. കുറിയത് കഷ്ടി ഒരു 5 മിനിറ്റിലോട്ട് എത്തിക്കാൻ കാരണം ആദ്യത്തെ ഒരു 30 സെക്കൻഡ് 40 സെക്കൻഡ് ചെറിയ ഗ്യാപ്പോട് കൂടിയിട്ടുള്ളൊരു പൊട്ടലായിരുന്നു. പിന്നീട് അതിനുശേഷം അത്യാവശ്യം ഡൈനാമൈറ്റ് എല്ലാം ഇടയ്ക്ക് യൂസ് ചെയ്തിട്ടായിരുന്നു. അതായത് അവർ കളറിൻ്റെ കൂടെ തന്നെ ഡൈനാമൈറ്റും, പിന്നെ അവസാനം ഒരു കഴിഞ്ഞെന്ന് തോന്നുന്നതിന് ശേഷം ഒന്നും കൂടെ ഒരു പെരുപ്പിക്കലും ഒക്കെ ഉണ്ടായി. അങ്ങനെ 5 മിനിറ്റ് 16 സെക്കൻഡ് ടോട്ടലി റെക്കോർഡ് ചെയ്ത വീഡിയോയിൽ നോക്കുമ്പോൾ 5 മിനിറ്റ് 16 സെക്കൻഡ് ഉണ്ടായിരുന്നു പാറമേക്കാവിൻ്റെ. ഈ വെടിക്കെട്ട് രാത്രി പൊട്ടിച്ചിരുന്നെങ്കിൽ, അതിന് പുലർച്ചെ പൊട്ടിച്ചിരുന്നെങ്കിൽ വളരെ കളർഫുൾ ആവുമായിരുന്നു. കാരണം സാമ്പിളൊക്കെ നമ്മൾ പൊട്ടുന്നതിൻ്റെ വീഡിയോ കണ്ടതാണ്. ഇതെന്ന് പറയുമ്പം കുറച്ചുകൂടെ നല്ല ബഡ്ജറ്റും അത്യാവശ്യം നല്ല സമയവും എടുത്ത് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളരെ നഷ്ടമായി. ഈ പകല് പൊട്ടുന്നത് പല ആളുകളും പല പയ്യന്മാരും കൂടെ കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭയങ്കര മനോഹാരിത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം 7 മണിക്ക് ഇത് പൊട്ടുമ്പോൾ ആകെ നമുക്ക് കാണാൻ പറ്റുന്ന ഡൈനാമൈറ്റ് മുകളിലോട്ട് പോകുമ്പോൾ ഒരു മഞ്ഞ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുക. പിന്നെ ഈ കളറൊക്കെ നമ്മളങ്ങനെ വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. വളരെ ശബ്ദവും പിന്നെ ആ ഒരു ഫീലും അത് മാത്രമേ ഉള്ളൂ. ആ ഒരു കണ്ണിനെ കൂടുതൽ പ്രകാശമയമാക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല. കുറച്ചും കൂടെ ഒരു ഫിയർ ഫാക്റ്റും കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ അത് ആ ഒരു പ്രകാശം വരുന്നതിന് മുമ്പ് പൊട്ടിക്കുമ്പോൾ അല്ലെങ്കിൽ രാത്രി പൊട്ടിക്കുമ്പോഴാണ് നമ്മളൊരു തീ പന്തത്തിനിടയിൽ പെട്ട പോലെ ഒരു അവസ്ഥ നമുക്ക് തോന്നുക. ഇത് പകൽ പൊട്ടിക്കുമ്പോൾ നമുക്ക് അത്ര ഫീൽ ചെയ്യില്ലും. ഇക്കുറിയിലെ ഏറ്റവും മോശം ഉണ്ടായത് വെടിക്കെട്ടാണ്. കാരണം ഇത്രയും ആളുകൾ പല ഭാഗങ്ങളിൽ ഒരുപാട് പേരുടെ പരാതി ഉണ്ടായിരുന്നു. കാരണം എറണാകുളത്ത് നിന്ന് പോലും ആളുകൾ 3 ദിവസത്തേക്കൊക്കെ റൂമുകളെടുത്ത് വന്നിട്ട് വെടിക്കെട്ട് കാണാൻ വേണ്ടി രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് പലരും സിനിമയൊന്നും പ്ലാൻ ഇല്ലാതെ കുറച്ച് പേർക്ക് മാത്രമേ ടിക്കറ്റ് കിട്ടുള്ളൂ. കാരണം ആ ഭാഗങ്ങളിൽ ഒരുപാട് തിയേറ്റേഴ്സ് രാഘവും ജോസൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് പേര് അതിനൊക്കെ പ്ലാൻ ചെയ്യും. ബാക്കി ഏറെക്കുറെ പേരും ഈവൻ ലേഡീസും കുട്ടികളടക്കം റോഡിലിരുന്ന് ഇത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം രാത്രി 8:30 കുടമാറ്റം കഴിഞ്ഞ് തൊട്ടിട്ട് ഇതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ്, 3:30 വേണ്ടിയിട്ടുള്ള. അപ്പം അത് 3:30 കഴിഞ്ഞ് 7:30 എത്തി. ഈ പകൽ സമയത്ത് പുലർച്ചയൊക്കെ മാറി പകൽ വെളിച്ചമായ ശേഷം ഇത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക. കുറേ പേര് 5:30-6 മണിയോടുകൂടി തന്നെ ട്രെയിനൊക്കെ പ്ലാൻ ചെയ്ത് വന്നവർ കുറേ പേരൊക്കെ മടങ്ങിപ്പോയി. അങ്ങനെ വെടിക്കെട്ട് ആകെ മൊത്തം മലങ്കോളിൽപ്പെട്ടു. വെടിക്കെട്ടിൻ്റെ ആ ഒരു ശോഭാരങ്ങൾ ഒളിമയൊക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ 7:30 കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് പാറമേക്കാവ് കഴിഞ്ഞതും ഞാൻ തിരിച്ച് പോരാൻ തീരുമാനിച്ചു. കാരണം ഈ ചൂടത്ത് ഒന്ന് ഫ്രഷ് ആവാൻ കസിൻ്റെ അവിടെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അവൻ ഒരു കുറി കാണാൻ പറ്റിയുള്ളൂ. കാരണം തലേന്ന് പൂരത്തിൻ്റെ അന്ന് ഉച്ച സമയത്ത് കുറച്ച് കണ്ടിരുന്നു, പക്ഷേ പിന്നീട് നമുക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ ആ പോക്ക് മലച്ചിൽ എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി എന്നുള്ളൊരു കണ്ടീഷനായിരുന്നു. അങ്ങനെ 7:30 കഴിഞ്ഞ് നേരെ തിരിച്ച് പോരാൻ തീരുമാനിച്ചു. തിരിച്ച് ബസ്സിൽ കയറിയിരിക്കുമ്പം തന്നെ തിരുവമ്പാടിയുടെ വെടിക്കെട്ടിൻ്റെ ചെറുതായി കാണാൻ നമുക്ക് മുകളിൽ വർണ്ണങ്ങളൊക്കെ ചെറുതായി പ്രത്യക്ഷപ്പെടുന്നത് അങ്ങനെ കാണാം. അങ്ങനെ 2 വെടിക്കെട്ടും 7:30 തന്നെ 7:30 എന്നുള്ളത് രണ്ടാമത്തെ തിരുവമ്പാടിയുടെ വെടിക്കെട്ട് എനിക്ക് തോന്നുന്നു 8:45 കൂടി അതും തീർന്നിട്ടുണ്ട്. അങ്ങനെ ഇക്കുറിയിലെ പൂരത്തെ പറ്റി പറയുകയാണെങ്കിൽ വെടിക്കെട്ടൊഴികെ ബാക്കിയെല്ലാം നമ്മൾ വലിയ പ്രശ്നമില്ലാതെ ആസ്വദിച്ചു. പൂരത്തിനോട് വളരെ അടുത്ത് ഇടപഴകുന്ന കമ്മിറ്റിക്കാർ, അതുപോലെയുള്ള ഇവിടുത്തെ ദേശക്കാർ, അവർക്കൊക്കെയാണ് ഈ
തിരുവമ്പാടി ദേശത്തോട് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രശ്നങ്ങൾ നമ്മളെപ്പോലുള്ള പുറത്തുനിന്ന ആളുകൾക്ക് ഇത് അത്ര ഗ്രാസ്പായിക്കൊള്ളുന്നില്ല. എന്താണ് നടക്കുന്നുള്ള, എന്താണ് അന്തർധാര, അല്ലെങ്കിൽ എന്താണ് നടക്കുന്നത്. പല മീഡിയാസും പല രീതിയിൽ റിപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാത്രി തൊട്ടേ നിർത്തിവെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഹെഡ്ലൈൻസും ചർച്ചകളും ഒക്കെ ഉണ്ടായിരുന്നു. പല രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും വന്ന് ഇടപെട്ട് ചർച്ചകളൊക്കെ നടക്കുകയാണെന്നുള്ള രീതിയിൽ ഒരുപാട് ന്യൂസും അവർക്ക് ആഘോഷിക്കാനൊരു സബ്ജക്റ്റായെന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് ആക്ച്വലി നടന്നിട്ടുള്ളതെന്നുള്ളതിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. എന്തായിരുന്നാലും വെടിക്കെട്ടെന്ന് മാത്രമല്ല, ഒരുപാട് തിരുവമ്പാടിയുടെ ചുറ്റുവിളക്ക് എടുത്തിരുന്ന സ്ത്രീയെ ഒരു മർദ്ദിക്കുകയും ലാത്തിചാർജ് ഓർഡർ കൊടുക്കുകയും കമ്മീഷണർമാരൊക്കെയോ ചെയ്തെന്നോ അതിന് തൽഫലമായിട്ടാകെ അവർ നിർത്തിവെക്കുകയും പൂരം നിർത്തിവെച്ച് ആനയെ ഒഴിച്ച് പുറത്തോട്ടിറക്കി വെടിക്കെട്ട് നടത്തേണ്ടെന്ന തീരുമാനത്തിലെത്തും. അങ്ങനെ എന്തോ ഉണ്ടായത്. എന്തായാലും ഒരു പുറത്തൊരു കാണി എന്ന നിലയിൽ നമുക്ക് കൂടുതൽ നമുക്ക് അനുഭവപ്പെട്ടത് വെടിക്കെട്ടിൻ്റെ അനിശ്ചിതാവസ്ഥയും പിന്നെ അത് തുടങ്ങാനുള്ള താമസവും ആളുകളുടെ ദേഷ്യവും അമർഷവും ഒക്കെ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു ഇത് മാത്രമാണ്. അത് തന്നെ ഒരുപാട് ഉണ്ട്. കാരണം പല ആളുകൾക്കും ഒരുപാട് ആഗ്രഹിച്ച് വന്നതാണ്. ഇതിലും വലിയ വെടിക്കെട്ടുകൾ നെന്മാറ ഭാഗത്ത് ഒക്കെ ഉണ്ട്. ഇവൻ അതൊക്കെ സ്ഥിരം കാണുന്ന ആളുകൾ ഈ തൃശ്ശൂരിൽ വന്ന് കാരണം ഞാൻ പറഞ്ഞ പോലെ ഒരു വടക്കുന്നാഥൻ്റെ മണ്ണിൽ ആ സിറ്റിയുടെ മുൻഭാഗത്ത് മരുന്ന് കൂട്ടുന്നത്, ആ ഗോപുരം ഇങ്ങനെ തിളങ്ങുന്നത്, അവിടുത്തെ ആ മേളം കേൾക്കുന്നത്, ഇളഞ്ഞിത്തറ മേളം, കുടമാറ്റം, വെടിമരുന്ന്, വളരെ ഒരുപാടൊന്നുമില്ലെങ്കിലും അതൊക്കെ എന്തോ ഒരു വലിയ കാഴ്ച അനുഭവമാണ് ഒരുപാട് പേർക്ക്, പൂരപ്രേമികൾക്ക്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആഗ്രഹമായിട്ട് വരുന്ന ആളുകൾക്ക് സർക്കാരും പോലീസ് സംവിധാനങ്ങളും ഒരുപാട് നല്ല രീതിയിൽ സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ട അത്യാവശ്യമാണ്. കാരണം മുൻപത്തെ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടു, കുറിയും കളക്ടറെല്ലാം നല്ല രീതിയിലാണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ കുറി പോലീസ് കമ്മീഷണറെല്ലാം കഴിഞ്ഞ പൂരത്തിന് പോലീസ് കമ്മീഷണർ കാണികൾക്ക് വേണ്ടിയുള്ള കുടിവെള്ളം കൊടുക്കുന്നതും അവരോടുകൂടി പൂരത്തിൻ്റെ ആവേശത്തിമിർപ്പും ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടോ ഭാഗ്യക്കേടുകൊണ്ട് ഇക്കുറി ഈ രീതിയിലായിരുന്നു കലാശിച്ചത്. എന്തായാലും നമുക്ക് വരും പൂരങ്ങൾ ഇതിലും മനോഹരമായി ഇത്തരം കാലക്കേടൊക്കെ മാറ്റി നല്ല രീതിയിൽ പൂരം കാണാനും പൂരം ആസ്വദിക്കാനും ലോകമെമ്പാടുമുള്ള തൃശ്ശൂർ പൂരം പ്രണയിക്കുന്ന പൂരപ്രേമികൾക്ക് കഴിയാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കാം. കാരണം വിദേശികളും പല സംസ്ഥാനങ്ങളിലും നമുക്കറിയാം, തൃശ്ശൂർക്കാർ മാത്രമല്ല പല ഭാഗങ്ങളിലെ സമീപ പ്രദേശത്തെ അന്യദേശങ്ങളിൽ പോയി ജോലി ചെയ്യുന്നവരടക്കം ലീവൊക്കെ എടുത്ത് വന്ന് തമ്പടിച്ച് റൂമും കാര്യങ്ങളൊക്കെ എടുത്ത് ഒരു ഉത്സവം, ആ ഒരു തൃശ്ശൂർ എന്ന് പറയുന്ന ടൗണിൽ തന്നെ ഒരു ഉത്സവമാണ്, ഒരാഴ്ച നീളുന്ന ഉത്സവമാണ് തൃശ്ശൂർ പൂരം. അപ്പം അത്രയും മഹത്തായ ഒരു ലോക റെക്കോർഡുകളിലൊക്കെ ഇടം പിടിച്ചിട്ടുള്ള ഒരു കേരളത്തിന് അഭിമാനപ്പെടാവുന്ന ഒരു കാര്യമാണ് തൃശ്ശൂർ പൂരം. അത് ഭംഗിയായി നടക്കുക, അത് കണ്ട് കാണികളല്ല നാടും നാട്ടുകാരും ദേശഭാഷകളൊക്കെ താണ്ടി ഒരുപാട് ഉയർന്ന ഒരു പ്രതീതി ഉളവാക്കുന്ന തൃശ്ശൂർ പൂരം, അത് ഭംഗിയായി നടക്കുക എന്ന് പറയുന്നത് ഓരോ മലയാളിയുടെയും ഓരോ കേരളീയൻ്റെയും ഒരു സ്വപ്നമാണ്. ഇതുവരെ ഒരുപാട് പൂരങ്ങളും ഇതിലും മനോഹരമായി ഇതിലും വലിയ തോതിലുള്ള മരുന്ന് പണിയും ഒരുപാട് ആർഭാടമായി നടത്തിക്കൊണ്ടിരുന്ന പൂരങ്ങളാണ് ഓരോ വർഷം തോറും ഉള്ളത്. അപ്പം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അത് ഒളിമകിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒന്നും വരും വർഷങ്ങളിൽ ഇല്ലാതെ പൂരപ്രേമികൾക്ക് നല്ല രീതിയിൽ പൂരം ആസ്വദിക്കാനും കാണാനും കഴിയട്ടെ. ഒരുപാട് സ്ത്രീജനങ്ങൾ കുറി എന്നല്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പൂരത്തിന് വരുന്നുണ്ട്, അവരാസ്വദിക്കുന്നുണ്ട്. ഇതിലും നല്ല കാലാവസ്ഥയും നല്ല സാഹചര്യങ്ങളും വരും വർഷങ്ങളിൽ ഉണ്ടാവട്ടെ. സർക്കാരും പോലീസ് സംവിധാനങ്ങളും സന്നദ്ധ സംഘടനകളും
പൂരപ്രേമികളും കമ്മിറ്റിക്കാരും എല്ലാവരും ചേർന്ന് നല്ല നല്ല തൃശ്ശൂർ പൂരങ്ങൾ സമ്മാനിക്കാൻ കഴിയട്ടെ. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരം മാത്രമേ ഉള്ളൂ. പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം അത് ഓരോ മലയാളിയുടെയും അഭിമാനമാണ്. അത് വെച്ചിട്ട് ആരും ലാഭം ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വളരെ മോശമായ ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരു പൂരപ്രേമികൾ കൂട്ടായ്മയുണ്ട്. ഒരു വിശ്വാസികൾ എന്ന് പറയുമ്പോൾ ഒരു പാർട്ടി മാത്രമല്ല, നല്ല രീതിയിൽ പൂരം അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന 2 കമ്മിറ്റികൾ, നല്ല രീതിയിൽ അതിൻ്റെ പൗരാണികതയും അതിൻ്റെ ഐതിഹ്യവും അതിൻ്റെ ആ ഒരു ട്രഡീഷണൽ വേ എല്ലാം ഫോളോ ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിൽ നല്ല കമ്മിറ്റികൾ തന്നെയാണ് ഇക്കുറിയുള്ളത്. എന്തുകൊണ്ടോ അതിലേക്ക് ഭരണ സംവിധാനവും കാര്യങ്ങളൊക്കെ കൂടുതൽ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും കൊണ്ടുവന്നിട്ട് അത് കൂടുതൽ വികലമാക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ വർഷം ഒരുപാട് മുമ്പ് വർഷങ്ങളിലൊക്കെ നല്ല നല്ല പൂര പെരുമകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടോ ദൗർഭാഗ്യത്തിന് കുറി ഇങ്ങനെ ഉണ്ടായി. എന്തായാലും പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം ഇനിയും നല്ല പൂരങ്ങൾ കാണാൻ പറ്റട്ടെ. താങ്ക് യു.